ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് എബിൻ ബെനി. വോൾവോ ഐസിൻ്റെ ഡീലറായ PSN ഓട്ടോമൊബൈൽസിലെ സീനിയർ സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു വണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ച് പുതിയ ഫീച്ചേഴ്സോടുകൂടിയാണ് നമ്മുടെ വണ്ടി നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫേസ് നിങ്ങൾക്ക് ഓൾറെഡി പരിചിതമായിരിക്കും. നമ്മളുടെ ഒരു ക്യൂട്ട് ഫേസിൽ നമ്മൾ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 3 മാസത്തിനുള്ളായുള്ളൂ നമുക്ക് ഈ ഒരു പുതിയൊരു ഫേസ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ വണ്ടിയുടെ ഇത് മോഡൽ നെയിം വരുന്നത് 2090K എന്ന് പറയുന്ന മോഡലാണ്. 4820 വണ്ടിയുടെ വീൽ ബേസ് വരിക. AC വണ്ടികളിൽ നമുക്ക് 140 HP പവറിലും നോൺ AC വണ്ടികളിൽ 120 HP നമുക്ക് വണ്ടി വരിക. 400 Nm ടോർക്കാണ് AC വണ്ടിയിൽ, 350 Nm ടോർക്കിൽ നമുക്ക് നോൺ AC വണ്ടികളിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളുടെ ഇപ്പോൾ ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന വണ്ടിയുടെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 8.9 മീറ്ററിലാണ് നമുക്ക് വണ്ടി വരിക. ടയർ സൈസ് വരുന്നത് 8.4 25 നൈലോൺ ടയേഴ്സിലാണ് നമുക്ക് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിയുടെ പുതിയൊരു ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കേരള മാർക്കറ്റിലെ ജിങ്കി AC എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു കംപ്രസർ യൂണിറ്റും നമുക്ക് ഇതിനകത്തുള്ളത് കൊണ്ട് സിംഗിൾ ബെൽറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വണ്ടിയിൽ കംപ്രസർ യൂണിറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ വരുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈലേജിൽ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് കിട്ടും. പവർ ലാഗിങ്ങോ കാര്യങ്ങളോ ഫീൽ ചെയ്യില്ല. നോയ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് കുറവായിരിക്കും നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുക. ഇപ്പോൾ നമ്മൾ ഇന്റീരിയറിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇവിടുത്തെ ഒരു പ്രീമിയം കാറ്റഗറിയിലേക്ക് ഇതിൻ്റെ ബെർത്തും അതുപോലെ തന്നെ AC ഡെറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഡ്യുവൽ ടോൺ കളറിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ലൈറ്റിൻ്റെ സ്ട്രിപ്പും കൂടെ വരുന്നുണ്ട്. വൈറ്റ് ആൻഡ് ബ്ലൂ കളറിൽ നമുക്ക് നൈറ്റിൽ അത്യാവശ്യം നല്ലൊരു ലുക്ക് കിട്ടാൻ പാകത്തിനുള്ള രീതിയിൽ നമ്മൾ അതും കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തത്തിലായ ഒരു ഇന്റീരിയർ ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പഴയതിൽ നിന്ന് കുറച്ച് പുതുമയോട് കൂടി തന്നെയാണ് നമ്മൾ ഇന്റീരിയർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കാണാൻ അത്യാവശ്യം നല്ല രീതിയിലൊരു ഭംഗിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന് വേറെ കൂടുതൽ ഓൾട്രേഷൻ വർക്കുകളൊന്നും ചെയ്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടുള്ളത്.